പരിശുദ്ധമായ ഖുർആൻ സൂറത്തു സജദ അതിന്റെ 21-ാമത്തെ സൂക്തത്തിൽ വലിയ ഒരു അറിയിപ്പ് നമ്മോട് നടത്തുകയാണ്. അത് വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു കരുതലാണ്, ഒരു ഈമാനിന്റെ ഉറപ്പിക്കലാണ്, അരക്കെട്ട് ഉറപ്പിക്കലാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. നിങ്ങളെ ഞാൻ ചെറിയ പരീക്ഷണങ്ങൾ, ശിക്ഷകൾ കൊണ്ട് ഈ ദുനിയാവിൽ നിങ്ങളെ രുചിപ്പിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ള പരീക്ഷണം ഉണ്ടാവും. ദുനിയാവിലുള്ള സർവ്വ പരീക്ഷണങ്ങളും അതിന്റെ തോത് ചെറുതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഭീകരവും ഭീമവുമാണ്. പല പരീക്ഷണങ്ങളും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, നമ്മെ ഭീതിപ്പെടുത്തുന്ന ഓരോ വാർത്തകളുടെയും അതിന്റെ ഡെപ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുള്ളതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പരലോകത്തെ പ്രയാസങ്ങളെയും പ്രകമ്പനങ്ങളെയും സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമാണെന്നാണ് ഖുർആൻ പറയുന്നത്. നമുക്ക് പരലോകത്തിന്റെ പ്രതിസന്ധിയുടെ പ്രകമ്പനങ്ങളുടെ ആഴം നമുക്കറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ വലിയ ഒരു പ്രയാസമായി നമുക്ക് തോന്നുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്തിനാണത് ദുനിയാവിലുള്ള പ്രയാസങ്ങൾ? അത് ഭൂകമ്പമാകട്ടെ, ഭൂമി കുലുക്കമാകട്ടെ, പ്രളയമാകട്ടെ, കൊറോണയാകട്ടെ, വലിയ കഠിനമേറിയ ചൂടാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, അതിശക്തമായ മഴയും പ്രളയവും തണുപ്പുമാകട്ടെ, എന്തുമാകട്ടെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളെ പരിവപ്പെടുത്തലാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ മരണപ്പെട്ടു പോയാൽ അവന് രക്തസാക്ഷിയുടെ പ്രതിഫലം വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കം അവന്റെ ദറജ ആഖിറത്തിൽ വർദ്ധിക്കും. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ലാഭം മാത്രമേ ഉള്ളൂ. നമ്മുടെ കോൺസെപ്റ്റിന്റെ വിഷയമാണത്. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നിരപരാധികൾ മരിക്കുന്നില്ലേ ഉസ്താദ് എന്ന് ചോദിക്കും. നിരപരാധികളായ ആളുകളെ കുറിച്ച് പറഞ്ഞത്, ഈമാനുള്ള ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അസ്തിത്വം അംഗീകരിച്ചവനാണോ അവൻ മരിക്കുന്നതിന്റെ പ്രയാസത്തിന്റെ തോതനുസരിച്ച് പരലോകത്തിൽ അവനെ പ്രത്യേകമായി പരിഗണിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം ലാഭമാണെന്നതിൽ വലിയ ചിന്ത വേറെയില്ല. അത് വയനാട്ടിൽ മരിച്ചവരായിരുന്നാലും, അതങ്ങ് വെനസ്വേലയിൽ മരിച്ചവരായിരുന്നാലും, അതങ്ങ് യൂറോപ്പിൽ മരിച്ചവരായിരുന്നാലും, അവരുടെ ദുനിയാവിലുള്ള പ്രവർത്തനത്തിന്റെയും അവരുടെ വെളിച്ചത്തിന്റെയും അനുസരിച്ചാണ് അവരെ പരലോകത്തിൽ അവർക്ക് പ്രതിഫലം ലഭിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും ലക്കി ചാൻസാണ്. അള്ളാഹു പരലോകത്ത് ഇങ്ങോട്ട് നോക്കൂ. അള്ളാഹുവിന്റെ ചോദ്യമാണത്. ഓരോ പ്രകമ്പനങ്ങളും നോക്കൂ. ഇതിനെ കൃത്യമായി അച്ചുതണ്ടിൽ കൊണ്ടുപോകാനും കൃത്യമായ ക്ലൈമറ്റിൽ ഇതിനെ തിരിപ്പിക്കാനും കൃത്യമായ ചൂടും തണുപ്പും നിയന്ത്രിക്കാനും കഴിവുള്ളവനാണ് ഞാൻ. അതുപോലെ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നടത്താനും എനിക്ക് പവറുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ആഖിറത്തിന്റെ കാര്യം ശ്രദ്ധിച്ചോളൂ. നമ്മെ പരിവപ്പെടുത്തുകയാണ്. ആ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുകയോ ആരോഗ്യ പ്രശ്നമില്ലാതെ രക്ഷപ്പെടുകയോ ആരോഗ്യ പ്രശ്നത്തിലാവുകയോ രോഗാതുരമായ അവസ്ഥയാവുകയോ ചെയ്തവരല്ലാത്ത ആരോഗ്യമുള്ളവരോടും ജീവിച്ചിരിക്കുന്ന ആളുകളോടും അള്ളാഹുവിന്റെ വല്ലാത്തൊരു വർത്തമാനമാണ്. നിങ്ങൾക്കിനിയും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് നിന്നൊരു സുവർണാവസരമാണ്. അപ്പൊ ഈമാനുള്ള ആളുകൾ എന്ത് ചെയ്യണം? ദൂനൽ അദാബിൽ അക്ബർ, ആഖിറത്തിലുള്ള പരലോകത്തിന്റെ പ്രത്യേകമായ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല നമുക്ക് പരീക്ഷണമായി ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, യഅനി ബിൽ അദാബിൽ അദ്നാ, ഈ ലോകത്തുള്ള ദുനിയാവിലുള്ള ചെറിയ പ്രയാസങ്ങൾ എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മസായിബദ് ദുനിയ വഅസ്ഖാമഹ വആഫാതിഹ വമാ യഹില്ലു ബിഅഹ്ലിഹ മിമ്മാ യബ്തലില്ലാഹു ബിഹി ഇബാദഹു ലിയതൂബു ഇലൈഹി. വല്ലാത്തൊരു വാക്കാണത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അതിന്റെ വിശദീകരണം ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് എന്താണ്? ദുനിയാവിൽ അള്ളാഹു ഉദ്ദേശിച്ച ചെറിയ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള മുസീബത്തുകളാണ്. ദുനിയാവിലുള്ള രോഗങ്ങളാണ്, ആപത്ത് ഇടങ്ങേറുകളാണ്. അതുപോലെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ആകാശ ഭൂമി ലോകത്ത് നിന്നുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാമാണ്. എന്തിനാണ് യബ്തലില്ലാഹു ബിഹി ഇബാദഹു? അല്ലാഹു തആല പരീക്ഷിക്കുന്നത് ലിയതൂബു ഇലൈഹി. ഒരു അലർട്ടാണ്, ഒരു അലാമാണ്. ഒന്ന് ഉണർന്ന് ചിന്തിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോളൂ. തൊട്ടു മുമ്പിൽ ജീവിച്ചാൽ തീരാത്ത പരലോകമുണ്ട്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അബദ്ധങ്ങളോ പരിക്കുകളോ ആത്മീയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടെങ്കിൽ പരിഹരിച്ചോളൂ. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോളൂ. കണ്ടോ, ഒരർത്ഥത്തിൽ ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങളും ഗുണങ്ങളുമാണ്. മരിച്ചവർക്ക് പരലോകത്തിൽ വലിയ സന്തോഷമാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് ഗുണപാഠമാണ്. ഇസ്ലാമിന് എല്ലാ വിഷയത്തിലും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. മനസ്സ് കൃത്യമായി അടക്കമനങ്ങുന്ന രൂപത്തിലുള്ള കൃത്യമായ അടയാളപ്പെടുത്തലുകൾ അള്ളാഹുവിന്റെ റിക്കാർഡുകളിൽ ഉണ്ട് എന്ന് മുഅ്മിനീങ്ങളായ നാം മനസ്സിലാക്കി ഈമാനോടെ മുന്നോട്ട് പോകാൻ തയ്യാറാകണം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സന്തത സഹചാരിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത്. ഇമാം ബഗവി തങ്ങളും തഫ്സീറുൽ തിബ്രിയിലും തഫ്സീറുൽ ബഗവിയിലും ഒക്കെ ഈ വിശദീകരണം കാണാം.
ഓ മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ പറയുന്നു, لا تقوم الساعة حتى يقبض العلم وتكثر الزلازل ويتقارب الزمان وتظهر الفتن ويكثر الحرج. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ ഹദീസ് ഇങ്ങനെ നോക്കുമ്പോ ഈ വർഷത്തിൽ ഈ അടുത്ത സമയത്തായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ലൈവായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത പ്രയാസ പ്രതിസന്ധികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, കേരളത്തിൽ ഉൾപ്പെടെ. ഖിയാമത്ത് നാളിന്റെ അലയൊലികളും അടയാളങ്ങളുമാണെന്ന് അല്ലാഹു തആല പറയുന്നു. സഹോദരങ്ങളെ, വെനസ്വേല എന്ന് പറയുന്ന നാട്ടിലുണ്ടായ ഇരട്ട ഭൂകമ്പം 7.2 7.5 റിക്ടർ സ്കെയില് രേഖപ്പെടുത്തിയ ഭൂകമ്പം നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഈ ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാൽ നിബിഡമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇതൊക്കെ അള്ളാഹുവിന്റെ കഴിവിനെയാണ് വിളിച്ചോതുന്നത് എന്ന് മുത്തുമുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. 3500ഓളം മരണങ്ങൾ, അതിൽ അധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 16,000-ഓളം ആളുകൾ പരിക്കേറ്റിട്ടുണ്ട്. 18,000-ഓളം ആളുകൾ ഭവനരഹിതരായിട്ടുണ്ട്. അതുപോലെ പശ്ചിമാഫ്രിക്കയിലെ നിലവിലുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ അടുത്തായി നടന്നിട്ടുള്ള കാര്യം പഴയ കണക്കൊന്നുമല്ല. പശ്ചിമ ആഫ്രിക്കയിലെ വെള്ളപ്പൊക്കം, കോട്ട് ദിവാറിലും ഖാന തുടങ്ങിയ രാജ്യങ്ങളിൽ മരണങ്ങൾ വലുതാണ്. അതുപോലെ ചൈനയിൽ അതിശക്തമായ മഴയാണ്, വെള്ളപ്പൊക്കമാണ്, മണ്ണിടിച്ചിലാണ്. ഈ 2026 കഥയാണ് പറയുന്നത്. സഹോദരങ്ങളെ, കേരളത്തിൽ തൊട്ടടുത്ത് ആ ദൃശ്യം നമ്മൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു ടാങ്കർ ലോറി മണ്ണിങ്ങനെ ഒലിപ്പിച്ച് ഒരു കളിപ്പാട്ടം ഇങ്ങനെ കൊണ്ടുവരുന്നത് പോലെ വളരെ ഭീകരമായ രംഗം നമ്മൾ കണ്ടു ഞെട്ടിയതാണ്. 2-3 ജില്ലക്കപ്പുറമുള്ള വയനാട് ജില്ലയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിശക്തമായ 2 ദിവസം വേണ്ട, ഒരു ദിവസം രാവിലെ മുതൽ ഒരു രാത്രി 12 മണി വരെ ശക്തമായ ഒരു മഴ പെയ്താൽ തീരുന്ന സന്തോഷമേ നമുക്കുമുള്ളൂ എന്ന് മനസ്സിലാക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കരണ്ടങ്ങ് പോയി പോയാലോ, ഒരു ഇടിമിന്നൽ ഉണ്ടായി കരണ്ടങ്ങ് പോയി പോയാലോ, സുബ്ഹാനല്ലാഹ്, അവരവരുടെ വീട്ടിലെ ബാറ്ററി ബാക്കപ്പുകൾ എത്ര നിൽക്കും? അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പരീക്ഷണങ്ങളും നമുക്ക് ചിന്തിക്കാനാണ് എന്നുള്ള കാര്യം നാം ആലോചിക്കണം. പോരാ എന്റെ പ്രിയപ്പെട്ടവരെ, ബ്രസീലിലെ സോണാദമാത്ത എന്ന് പറയുന്നിടത്ത് വെള്ളപ്പൊക്കം, നിലവിൽ 73 പേര് മരിച്ചുപോയ, അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ പ്രളയം, സുബ്ഹാനല്ലാഹ്, അങ്ങനെ എത്ര യൂറോപ്പിലെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ യൂറോപ്പിൽ ചുട്ടുപൊള്ളുകയാണ്, ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട ആ സംഭവം. ഫ്രാൻസും ബെൽജിയവും നെതർലാൻഡും അങ്ങനെ യൂറോപ്പിലെ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കാട്ടുതീയും ഉഷ്ണതരംഗവും കൊണ്ട് പ്രതിസന്ധിയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ലോകം കണ്ടതിൽ വെച്ച് വലിയ പ്രയാസങ്ങൾ അങ്ങിങ്ങായി നടക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കൃത്യമായ പിടിമുറുക്കലാണെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാനും റബ്ബിലേക്ക് അടുക്കാനും തൗബ ചെയ്യാനുമാണെന്നുള്ള ഒരവസരം എന്തുകൊണ്ട് നാം നഷ്ടപ്പെടുത്തുന്നു? നീ എന്ത് കാത്താ നമ്മൾ ഇരിക്കുന്നത്? ഭൂകമ്പം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് അത്ഭുതമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഞാൻ ഈ പോതി വെച്ച ഹദീസില് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാക്കുണ്ട്, ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബുൽ ഫിതൻ എന്ന് പറയുന്ന അധ്യായത്തിൽ കൊണ്ടുവരുന്ന സഹിഹായ ഹദീസാണ്, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യുഖ്ബലൽ ഇൽം. ഖിയാമത്ത് നാളിന്റെ അടയാളമായി, അടുത്തടുത്ത അടയാളമായി നബി തങ്ങൾ പറയാണ്, ഇൽമിനെ അല്ലാഹു തആല പിടിക്കും. ഇൽമിനെ പിടിക്കുമെന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ, വലിയ ആലിമീങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വഫാത്തായിക്കൊണ്ടിരിക്കും. ആലിമീങ്ങൾ വഫാത്തായാൽ എത്ര ടെക്നോളജിയിലും ചാറ്റ് ജിപിടിയിലും ചാറ്റ് ബോട്ടിലും ഒക്കെ വിജ്ഞാന ലോകം തുറന്നു കിടന്നെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഒരു ആലിമിന്റെ ബറക്കത്ത് ആലിമിനെ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആലിമീങ്ങളുടെ വഫാത്ത് ഒരു അന്ത്യനാളിന്റെ അടയാളമാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വലിയ ഭൂകമ്പങ്ങൾ, എന്താണ് ആ പറഞ്ഞ വാക്ക്? സുബ്ഹാനല്ലാഹ്, സമയം അടുത്തടുത്ത് വരും. ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്കാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒരു വാക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ പ്രായമുള്ള ആളുകൾ സ്കൂളിൽ പഠിക്കുന്ന സമയം അല്ലേ, 10, 15, 20 പൈസ വീട്ടിൽ നിന്ന് കനിയുമ്പോൾ എന്റെ സ്കൂൾ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ അപ്പുറത്താണ് തഖരീബൻ. ആ 2.5 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ബസ്സിലേക്ക് ഈ 15 പൈസ 20 പൈസ കൊടുത്തു പോകും, ഇല്ലെങ്കിലോ ഡെയിലി നടക്കും. അങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോയിരുന്ന ഒരു കാലം, ആ സ്കൂളിൽ അത്രയും മണിക്കൂറുകൾ യാത്ര ചെയ്ത് പോകുമ്പോഴും വരുമ്പോഴും നമുക്ക് സമയങ്ങൾ ബാക്കിയായിരുന്നു. എത്ര സമയം ഉണ്ടായിരുന്നു? കഴിഞ്ഞ കാലങ്ങളിൽ നാം ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഒരിക്കലും ടെക്നോളജി കൊണ്ട് അതിനെ അടയാളപ്പെടുത്താൻ സാധ്യമല്ല. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. സമയങ്ങൾ അടുത്തടുത്താകും. ഇന്ന് നേരം വെളുത്താൽ
ലുഹറാകുന്നതിന് വലിയ താമസമൊന്നും വേണ്ട. എന്തിന് കഴിഞ്ഞ ജുമാ ഈ ജുമായുടെ ഇടയിലുള്ള ഒരു ഫീൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അടുത്ത റമദാനായി. നിങ്ങൾ എവിടെ ഉള്ളത്? റബീഉൽ അവ്വൽ ആയാൽ അടുത്ത റമദാനായി. ആ കഞ്ഞിയുടെ പാത്രം കഴുകി വെച്ചതേ ഓർമ്മയുള്ളൂ. അടുത്ത റമദാനായി. നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ മുത്തുമോമിനിങ്ങളെ? ഇത് പറഞ്ഞത് ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പ് അസർ കഴിഞ്ഞാൽ മഗ്രിബാകാൻ എത്ര തവണ നമ്മൾ കളിച്ച് ഓടിയാലും പിന്നെയും ബാങ്ക് വിളിക്കാൻ എത്ര സമയമാണ്? ഒരു രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം ആകുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒരു ടെക്നോളജി ഇല്ല, ഒരു മിക്സി ഇല്ല, ഒരു ഫ്രിഡ്ജ് ഇല്ല, ഒരു സംവിധാനം ഇല്ല. സ്വന്തം കൈകൊണ്ട് ചെയ്ത് എന്നിട്ടും സുഖമായി പകൽ ഉറങ്ങാൻ സഹോദരിമാർക്ക് സമയം ഉണ്ടായിരുന്നു. ഇന്നെല്ലാം സ്വിച്ച് ഇടുമ്പോഴാണ്. എന്നിട്ടും എന്ത് പറ്റി? സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ്. എന്തേ കണ്ടില്ല? സമയമില്ലായിരുന്നു. എന്തേ അവിടെ കണ്ടില്ല? സമയമില്ലായിരുന്നു. ആർക്കും കിട്ടാത്ത സാധനം സമയം ഇല്ല. എന്നാലോ സുബ്ഹാനല്ലാഹ്, എല്ലാവരുടെയും കാറാണ്. നടന്നു പോയിരുന്ന സ്ഥലത്തേക്ക് മനുഷ്യൻ കാറിൽ സഞ്ചരിച്ചിട്ടും മനുഷ്യന് സമയമില്ല. ഇതാര് പറഞ്ഞ അത്ഭുതമാണ്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വയതഖാറബ സമാൻ വതൽഹറൽ ഫിതൻ. നാശങ്ങളും ഫിത്നകളും ഫസാദുകളും വർദ്ധിക്കും, അത് വെളിവാകും. വയക്സുറൽ ഹർജ്. സ്വഹാബികൾ ചോദിച്ചു, എന്താണ്? ഖാലു, സ്വഹാബികൾ ചോദിക്കുകയാണ്, വമൽ ഹർജു യാ റസൂലല്ലാഹ്? അൽ ഖത്ൽ, യുദ്ധങ്ങൾ, കൊലപാതകങ്ങൾ, അറുങ്കൊലകൾ. ഇതൊന്നും വയലു പറയേണ്ട കാര്യമല്ലല്ലോ. നിരന്തരമായി നമ്മൾ കാണുകയാണ്. കുഞ്ഞുമക്കളാകട്ടെ, വയോവൃദ്ധരാകട്ടെ, മതത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, വംശത്തിന്റെ ഒക്കെ പേരില് ലക്ഷോപലക്ഷങ്ങളെ കൊന്നുതള്ളുന്നതിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ലോക പോലീസിന്, അധികാരമുള്ളവർക്ക്, ആയുധമുള്ളവർക്ക് ഭയമില്ലാത്ത കാലമാണ്. അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. പീഡിതരായ ആളുകൾക്ക് അള്ളാഹു തആല, ആരാണെങ്കിലും, ഏത് മതക്കാരനാണെങ്കിലും, ആരുടെ കുഞ്ഞാണെങ്കിലും, ലോകത്തിൽ അകാരണമായി പീഡിപ്പിക്കപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും പടച്ച റബ്ബ് സമാധാനം കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആയത്തിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. പരലോകത്തിന്റെ വലിയ പ്രകമ്പനം വരുന്നതിന് മുമ്പ് ദുനിയാവിൽ നമുക്ക് വലുതെന്ന് തോന്നുന്ന, അള്ളാഹു ചെറുതായി കണക്കാക്കുന്ന ഈ പറയപ്പെട്ട പരീക്ഷണം, ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകമ്പനങ്ങൾ, പ്രളയങ്ങൾ, ചൂടുകൂടൽ, മണ്ണിടിച്ചിൽ, ദുരന്തങ്ങൾ, ഇതൊക്കെ അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ തരുന്ന അവസരങ്ങളാണെന്ന് മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോന്നിലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഇങ്ങനെ വലിയ പ്രകമ്പനമൊന്നും ഉണ്ടാകണമെന്നില്ല. ചെറിയ കാര്യത്തിൽ പോലും അവൻ അള്ളാഹുവിനെ ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നിബിഡമാണ് ഈ ലോകം. നിസ്സാരം ഒരു കൊതുക് കടിക്കുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതുപോലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമാണ്. കൊതുകിന്റെ ആ ഇൻജക്ട് ചെയ്യുന്ന സൂചി, കൊതുകിന് എത്ര ഉണ്ടെന്നറിയോ? എത്ര സൂചി ഉണ്ടെന്നറിയോ? കൊതുകിന് എത്ര സൂചി ഉണ്ടെന്നറിയോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഞാനൊരു ഈച്ചയെ, ഒരു കൊതുകിനെ, ഒരു പ്രാണിയെ ഉദാഹരിച്ചു പറയാൻ മടിയുള്ള ആളല്ല. അല്ലാഹു തആല പറയുന്നുണ്ട്. ചേർത്ത് വായിച്ചോളൂ. കൊതുകിന് ഇഞ്ചക്ഷൻ സൂചികളാണ് ഉള്ളത്. ഒന്നും മാത്രമല്ല, നിസ്സാരമായി ഒരു കൊതുക് കടിക്കുന്ന ചിന്തിച്ചാൽ പോലും ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എത്തിച്ചേരും. ആദ്യം ഒന്ന് കുത്തി ഒരു ഫ്ലൂയിഡ് പുറപ്പെടുവിക്കും. കാരണം ബ്ലഡ് കയറി വരുന്ന ഉണങ്ങിപ്പോയിരിക്കാൻ വേണ്ടി ഒരു കുത്തും അവിടെ. അതുകൊണ്ടാണ് ഈ ചൊറിച്ചിന് വരുന്നത് ആ ഫ്ലൂയിഡ്. ഒരു നാല് സൂചിയുണ്ട്. അത് രണ്ട് സൈഡിലുമായിട്ട് അങ്ങ് താക്കും. അതൊരു വാളിന്റെ രണ്ടറ്റം വാളിൽ മൂർച്ചയുള്ളത് പോലത്തെ സാധനമാണ്. അതങ്ങോട്ട് കുത്തിയതിനു ശേഷം രണ്ട് സ്ഥലത്തോട്ട് അങ്ങ് പിളർക്കും. കാരണം മറ്റേ മെയിൻ സൂചി ഇറക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിചാരിക്കൂ, ഒരു കൊതുക് രക്തം കുടിക്കുന്നതിന് ഇത്ര സംഭവം. അതെ, ഈ രണ്ട് വാളിന്റെ മൂർച്ചയുള്ള രണ്ട് നേർത്ത അപ്പുറവും ഇപ്പുറവുമുള്ള സൂചികൾ അങ്ങോട്ട് താത്തിട്ട് പിളർക്കും. എന്നിട്ട് മെയിൻ സൂചി അങ്ങോട്ട് ബ്ലഡിലേക്ക്, കൃത്യമായി ബ്ലഡ് ഓട്ടമുള്ള ഏരിയയിലേക്ക് അങ്ങോട്ട് കുത്തിയിറക്കും. നല്ല റാഹത്തായി അത് കുടിക്കും. ഒരു കൊതുക് അടിക്കുമ്പോൾ നടക്കുന്ന സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ.